പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും ഒരു പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. 148 സങ്കീർത്തനക്കാരൻ പാടുന്നു, തന്നോട് അടുത്തിരിക്കുന്ന ജനമായ ഇസ്രായേൽ മക്കളായ തൻ്റെ സകല ഭക്തന്മാർക്കും പുകഴ്ചയ്ക്കായി അവൻ സ്വജനത്തിനൊരു കൊമ്പിനെ ഉയർത്തിയിരിക്കുന്നു, യഹോവയെ സ്തുതിപ്പിൻ. നമ്മുടെ ചിന്താവാക്യത്തിൽ വിവിധ വിഷയങ്ങൾ ഒരുമിച്ച് ചേർത്താണ് എഴുത്തുകാരൻ പറഞ്ഞിരിക്കുന്നത്. ഒന്നാമതായി ഭക്തൻ ദൈവത്തോട് അടുത്തു ചെല്ലണമെന്നാണ്. ഈ പ്രഭാതം ധ്യാനിക്കുവാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന ഭാഗം അതുതന്നെയാണ്. ദൈവത്തോട് മനുഷ്യൻ അടുത്തു ചെല്ലുക. മറ്റു സൃഷ്ടികളിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടാണ് ദൈവം ദൂതന്മാരെയും മനുഷ്യരെയും സൃഷ്ടിച്ചിരിക്കുന്നത്. സ്വർഗീയവാസികളായ എല്ലാ ഗണത്തിലും ഉൾപ്പെട്ട ദൂതന്മാർ, ഖെറൂബുകൾ, സാറാഫുകൾ എന്നിവയെല്ലാം ദൈവത്തെ സ്തുതിക്കുകയും ദൈവകൽപ്പന പൂർണ്ണമായി അനുസരിക്കുകയും ചെയ്യുന്നു. അവർ എത്ര സ്തുതിച്ചാലും ഇപ്പോൾ അവർ ആയിരിക്കുന്ന സ്ഥിതിയിൽ നിന്നും സ്ഥാനങ്ങളിൽ നിന്നും അവർക്ക് മറ്റ് ഉന്നത പദവികളോ സ്ഥാനങ്ങളോ വാഗ്ദത്തം ചെയ്തിട്ടില്ല. എന്നാൽ ദൈവത്തിൻ്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന മൺകീടങ്ങളായ മനുഷ്യൻ ദൈവത്തെ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുമ്പോൾ അവർക്ക് പടിപ്പടിയായി ഇവിടെ ലഭിക്കുന്ന ഉയർച്ചകൾ കൂടാതെ നിത്യതയിലും മറ്റു സൃഷ്ടികളെക്കാളും ഉന്നത പദവികളും വാഗ്ദത്തം ചെയ്തിട്ടുണ്ട്. ദൈവത്തെ അറിഞ്ഞും അനുഭവിച്ചും മനുഷ്യൻ ആരാധിക്കുകയും പ്രശംസകളും പുകഴ്ചകളും ദൈവത്തിന് മാത്രം അർപ്പിക്കുകയും ചെയ്യുമ്പോൾ അങ്ങനെയുള്ള ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഒരു കൊമ്പിനെ ഉയർത്തുമെന്നും ഭക്തൻ ഓർപ്പിക്കുന്നു. ദൈവത്തോടു കൂടെ വസിക്കുവാനാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ അവൻ പാപം ചെയ്ത് ദൈവത്തിൽ നിന്നും അകന്നു. ദൈവം കരുണയുള്ളവനാകയാൽ ജനം വീണ്ടും ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ വേണ്ട രക്ഷാപദ്ധതികൾ ദൈവം മനുഷ്യനായി ഒരുക്കി. ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ തിരഞ്ഞെടുക്കപ്പെട്ടവർ ഭാഗ്യവാന്മാർ എന്ന് ദൈവവചനം പറയുന്നു. യാക്കോബ് അപ്പോസ്തലൻ പറയുന്നു, ദൈവത്തോടടുത്തു ചെല്ലുവിൻ, എന്നാൽ അവൻ നിങ്ങളോട് അടുത്തു വരും. ഇന്ന് സകല മനുഷ്യർക്കും ക്രിസ്തുവിൽ കൂടെ ദൈവത്തോട് അടുത്തു ചെല്ലുവാനുള്ള വഴി ദൈവം തുറന്നിരിക്കുന്നു. നാം ദൈവത്തോട് അടുക്കുവാൻ ആഗ്രഹിക്കുന്നതിൽ അധികം ദൈവം നമ്മോടടുത്ത് വരുവാൻ ആഗ്രഹിക്കുന്നു. ആമേൻ. എന്നാൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും ദൈവത്തോടടുത്ത് ചെല്ലുന്നില്ല എന്നതാണ് ദുഃഖകരം. ദൈവം വിശുദ്ധനാകയാൽ വിശുദ്ധിയോടുകൂടെ മാത്രമേ ദൈവത്തോടടുക്കുവാൻ കഴിയുകയുള്ളൂ. പാപം ചെയ്യുന്നവർക്കും ലോകത്തെ സ്നേഹിക്കുന്നവർക്കും ഒരിക്കലും ദൈവത്തോട് അടുത്തു വരുവാൻ കഴിയുകയില്ല. ഇക്കൂട്ടർ സഭാരാധന മുടക്കുകയും ഉപവാസങ്ങളിലും തിരുമേശകളിൽ നിന്നും അകന്നു നിൽക്കുകയും ചെയ്യും. യിരെമ്യാ പ്രവാചകൻ വിളിച്ചു പറയുന്നു, ഇസ്രായേലേ, നീ മനം തിരിയുമെങ്കിൽ എൻ്റെ അടുക്കലേക്ക് മടങ്ങി വന്നുവെങ്കിൽ കൊള്ളാമായിരുന്നു. യഹോവയുടെ അരുളപ്പാട് അങ്ങനെയാണ്. അലഞ്ഞു നടക്കേണ്ടി വരികയില്ല. ദൈവത്തോടടുത്ത് നിൽക്കുന്നവന് ഒരിക്കലും അലഞ്ഞു നടക്കേണ്ടി വരികയില്ല. നാം നമ്മുടെ നടപ്പ് ആരാഞ്ഞ് ശോധന ചെയ്ത് യഹോവയുടെ അടുക്കലേക്ക് തിരിയുക എന്നും വിലാപങ്ങളുടെ പുസ്തകത്തിൽ പറയുന്നു. പക്ഷേ പാപം ചെയ്യുന്നത് പലർക്കും ഇഷ്ടമാണ്. അത് വിട്ടുകളയുവാൻ അവർക്ക് മനസ്സില്ലാത്തതിനാൽ അവർ ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് കർത്താവ് തന്നെ പറയുന്നു. തിന്മ പ്രവർത്തിക്കുന്നവൻ എല്ലാം വെളിച്ചത്തെ പകയ്ക്കുന്നു. തൻ്റെ പ്രവൃത്തിക്ക് ആക്ഷേപം വരാതിരിപ്പാൻ വെളിച്ചത്തിലേക്ക് വരുന്നതുമില്ല. ഇപ്പോഴത്തെ തലമുറ സകല പ്രമാണങ്ങളും ലംഘിക്കുവാൻ ഇഷ്ടപ്പെടുന്നവരും ദൈവത്തിൻ്റെ അടുക്കൽ ചെല്ലുകയില്ല എന്ന് ശാഠ്യം കാണിക്കുന്നവരുമാണ്. പ്രവാചകൻ തന്നെ പറയുന്നു, ഒരു ഭക്തൻ എപ്പോഴും ദൈവത്തോട് അടുത്തു ചെല്ലുവാൻ ആഗ്രഹിക്കുന്നവനാണെന്ന്. ദൈവത്തോട് അടുക്കുവാനും തിരുസന്നിധിയിൽ വസിക്കുവാനും ആഗ്രഹിക്കുന്ന ഭക്തന്മാരുടെ വാക്കുകൾ ഇപ്രകാരമായിരിക്കും, മാൻ നീർത്തോടുകളിലേക്ക് ചെല്ലുവാൻ കാക്ഷിക്കുന്നത് പോലെ ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നോട് ചേരുവാൻ കാക്ഷിക്കുന്നു എന്ന്. ആകയാൽ ദൈവത്തിൻ്റെ പക്ഷത്തുള്ളവർ മറ്റുള്ളവരുടെ ഇടയിൽ നിന്നും ലേവ്യർ ചെയ്തതുപോലെ മാറി നിൽക്കുവാൻ തയ്യാറാകണം. നാം ദൈവത്തോട് പറ്റി നിൽക്കുമ്പോൾ നമ്മെ പരിഹസിക്കുവാൻ ഒത്തിരി പേർ കൂട്ടം കൂടി വരും. നമ്മുടെ ആരാധനകളും നമ്മുടെ പ്രാർത്ഥനകളും മറ്റുള്ളവർക്ക് പരിഹാസമായി തീരും. നമ്മുടെ നന്മ അനുഭവിച്ചുകൊണ്ട് തന്നെ നമ്മെ വിധിക്കുന്നവർ അവൻ ഈ കൂട്ടരുടെ നടുവിലുണ്ട്. പ്രിയ ദൈവവേദരെ,
ഭക്തന്മാരെ ഓരോ ദിവസം ക്രൂരമായി പീഡിപ്പിക്കുകയും പരിഹസിക്കുകയും നിന്ദിക്കുകയും ചെയ്യുമ്പോഴും അവർ ദൈവത്തോട് കൂടുതൽ കൂടുതൽ അടുക്കുകയായിരുന്നു ചെയ്തിരുന്നത്. നമ്മുടെ കഷ്ടതയുടെയും വേദനകളുടെയും നടുവിലും ശത്രുവിൻ്റെ പരിഹാസത്തിൻ്റെ നടുവിലും ദൈവത്തോട് നമുക്ക് അടുത്തു ചെല്ലാം. ദൈവജനത്തെ ദൈവം വിടുവിക്കുക തന്നെ ചെയ്യും. ഈ ദിവസങ്ങളിൽ ദൈവത്തോട് അടുത്തു ചെല്ലുന്ന ദൈവഭക്തന്മാരെ ദൈവം ഉയർത്തുക തന്നെ ചെയ്യും. ദൈവം ഉയർത്തണമെങ്കിൽ ആ കൈക്കീഴിൽ താണിരിക്കുക. അവൻ തക്ക സമയത്ത് നമ്മെ ഉയർത്തുവാനിടയാകും. ഇന്ന് പ്രഭാതം നാം ദൈവസന്നിധിയിൽ ആമേൻ ഒന്നുകൂടെ അടുത്തു ചെല്ലുവാൻ നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. തന്നോട് അടുത്തിരിക്കുന്ന ജനത്തിനായി ആമേൻ ഒരു കൊമ്പിനെ ഉയർത്തുന്ന ദൈവത്തിൻ്റെ കരത്തിൽ ഏൽപ്പിക്കാം. സ്വർഗീയ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ലോകമെമ്പാടുമായിരുന്നു ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ദാസന്മാർക്കായി നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ നാളുകളിൽ കർത്താവേ സ്തോത്രം, ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച സകല വിഷയങ്ങൾക്കും സ്വർഗീയ ദൈവത്തിൻ്റെ മറുപടിയും കർത്താവേ ആമേൻ സ്തോത്രം ഉയർച്ചയും ദൈവം നൽകിയ എല്ലാ നന്മകൾക്കായി സ്തോത്രം ചെയ്യുന്നു. ആമേൻ ഈ നാളുകളിൽ ആമേൻ യൗവനക്കാരെ ഓർത്ത് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ ദാസന്മാരെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഉപജീവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, ഭവനമില്ലാതെ ഭാരപ്പെടുന്നവരുണ്ട്, തലമുറയില്ലാതെ ഭാരപ്പെടുന്നവർ, തലമുറകളെ ഓർത്ത് കരയുന്നവർ, കർത്താവ് ഏകാന്തതയുടെ അനുഭവങ്ങളിലായിരിക്കുന്നവർ, മാനസികമായ നിരാശകളിലായിരിക്കുന്ന, വാർദ്ധക്യ ബലഹീനതയിലായിരിക്കുന്ന, സാമ്പത്തിക ഞെരുക്കങ്ങളിലായിരിക്കുന്ന അനേക പ്രിയപ്പെട്ടവർ കർത്താവ് ഈ ദിവസങ്ങളിൽ കർത്താവ് ദൈവസനിൽ അടുപ്പിക്കുകയും നാഥാ അവരെ കൊമ്പുകളെ ഉയർത്തുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവിധമായ നന്മകളാൽ നിറയ്ക്കണം, മഹത്വമെടുക്കും. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. ദൈവം എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.